ഇനി നമുക്കൊരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ ഈ മെത്തേഡ് മനസ്സിലാക്കാം. ഷോ ദാറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വേർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6i പ്ലസ് 2xy മൈനസ് 3x സ്ക്വയർ മൈനസ് 2yj ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ബിറ്റ്വീൻ ഓർഡേഡ് പെയർ -1 0 and ordered pair 3 4. Second part, find a potential function phi for f. And third part, evaluate integral over ordered pair -1 0 to ordered pair 3 4 f dot dr. ഇവിടെ തന്നിരിക്കുന്ന ലൈൻ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുവാനാണ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി വെക്റ്റർ ഫീൽഡ് എഫ് എക്സ് വൈ പ്ലെയിനിൽ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ദെൻ ആ വെക്റ്റർ ഫീൽഡ് എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുവാനാണ് സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫൈനലി ആ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഗിവൺ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് P of xy equal to y square minus 6xy plus 6 and Q of xy equal to 2xy minus 3x square minus 2y. അവ രണ്ടും xy പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവയ്ക്ക് xy പ്ലെയിനിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 2y മൈനസ് 6x. അതുപോലെ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 2y minus 6x. Therefore, dou p by dou y equal to dou q by dou x. So, vector field f xy plane in conservative ആണ്. Then xy plane ലെ ഏത് രണ്ട് പോയിന്റ്സ് എയും ബിയും ചൂസ് ചെയ്താലും ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആ പോയിന്റ്സിന്റെ ഇടയിലുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. ഇൻ പർട്ടിക്കുലർ ഇവിടെ തന്നിട്ടുള്ള ലൈൻ ഇന്റഗ്രലും പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പാർട്ട്. എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് എഫിന് എന്തായാലും ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഫൈ ഓഫ് എക്സ് വൈ എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ദെൻ ബൈ ഡെഫിനിഷൻ ഡെൽ ഫൈ ഈക്വൽ ടു എഫ്. That is dou phi by dou x equal to P and dou phi by dou y equal to Q. ഇവിടെ P equal to y square minus 6xy plus 6 and Q equal to 2xy minus 3x square minus 2y. So dou phi by dou x equal to y square minus 6xy plus 6 and dou phi by dou y equal to 2xy minus 3x square minus 2y. ഇതിലെ ഫസ്റ്റ് ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുക. പാർഷ്യൽ ഇന്റഗ്രേഷൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ പെർഫോം ചെയ്യാവുന്നതാണ്. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻസിന്റെ ഇന്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് പോലെ ഫോളോ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഡോ ഫൈ ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് എക്സ് വൈ കിട്ടും. റൈറ്റ് സൈഡിൽ ഇന്റഗ്രൽ വൈ സ്ക്വയർ മൈനസ് 6xy പ്ലസ് 6 dx. ഫസ്റ്റ് ടൈം വൈ സ്ക്വയർ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ്. സോ അതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് കെ യുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് കെ എക്സ് പ്ലസ് സി. സോ ഫസ്റ്റ് ടൈമിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. എല്ലാ ടൈംസിനും കൂടി ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് മതി. സെക്കൻഡ് ടൈം മൈനസ് 6xy. അതിൽ മൈനസ് 6y ഒരു കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ആന്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. സോ സെക്കൻഡ് ടൈമിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 6y ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 3x സ്ക്വയർ y.
ദെൻ തേർഡ് ടൈം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 6x എന്ന് കിട്ടും. ദെൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഒരു റിയൽ നമ്പർ സി അല്ല, അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾ വൈയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഇനി 3 വേരിയബിൾസിന്റെ കേസിലാണെങ്കിൽ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത വേരിയബിൾസ് വൈ ആൻഡ് സെഡിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ ഇവിടെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ phi of xy ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് 6x പ്ലസ് g of y എന്ന് കിട്ടും. ദെൻ phi of xy-നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ ഡോ ഫൈ ബൈ ഡോ വൈ, റൈറ്റ് സൈഡിൽ എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 2xy മൈനസ് 3x സ്ക്വയർ വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y മൈനസ് 3x സ്ക്വയർ 6xന്റെ 0. g ഫംഗ്ഷൻ ഓഫ് y അലോൺ ആയതുകൊണ്ട് ഡോ ജി ബൈ ഡോ വൈയും ജി ഡാഷ് ഓഫ് വൈയും സെയിം ആയിരിക്കും. സോ നമുക്കിതുപോലെ കിട്ടും ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 2xy മൈനസ് 3x സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് വൈ. സ്റ്റാർട്ടിങ്ങിൽ ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു 2xy മൈനസ് 3x സ്ക്വയർ മൈനസ് 2y എന്ന് കിട്ടിയിട്ടുണ്ട്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ജി ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു മൈനസ് 2y എന്ന് കിട്ടും. ദെൻ ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്താൽ ജി ഓഫ് വൈ ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ പ്ലസ് സി എന്ന് കിട്ടും. സോ phi of xy ഇതുപോലെയാകും. phi of xy ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 6x മൈനസ് വൈ സ്ക്വയർ പ്ലസ് സി. കോൺസ്റ്റന്റ് സി നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ സി ഈക്വൽ ടു 0 എന്ന് ചൂസ് ചെയ്യുന്നു. 0ക്ക് പകരം ഏത് റിയൽ നമ്പർ സി ചൂസ് ചെയ്താലും ആൻസറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവുകയില്ല. സോ എഫിന്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് phi of xy ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സ്ക്വയർ മൈനസ് 3x സ്ക്വയർ ഇൻറ്റു വൈ പ്ലസ് 6x മൈനസ് വൈ സ്ക്വയർ എന്ന് ചൂസ് ചെയ്യുന്നു. ദെൻ ബൈ തിയറം 9.9.2 ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി del phi dot dr equal to phi of b minus phi of a. So here integral over ordered pair minus 1 0 to ordered pair 3 4 f dot dr equal to integral over ordered pair minus 1 0 to ordered pair 3 4 del phi dot dr, which is equal to phi of 3 4 minus phi of minus 1 0. Then phi of 3 4 equal to 3 into 4 square minus 3 into 3 square into 4 plus 6 into 3 minus 16, which is equal to minus 58, and phi of minus 1 0 equal to 0 minus 0 minus 6 minus 0, which is equal to minus 6. Thus integral over c f dot dr equal to minus 58 minus minus of 6, which is equal to minus 52. ഇവിടെ നമ്മൾ ആദ്യം ഡോ ഫൈ ബൈ ഡോ എക്സിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. ദെൻ റിസൾട്ടിംഗ് ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എല്ലായ്പ്പോഴും ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഡോ ഫൈ ബൈ ഡോ വൈനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ടിംഗ് ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതാണ്. ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ ഇവയിൽ ഏതാണോ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അതാദ്യം ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാതെയും നമുക്ക് ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ലൈൻ ഇന്റഗ്രൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് ഓർഡേഡ് പെയർ -1 0 നിന്നും ഓർഡേഡ് പെയർ 3 4 ഏത് പാത്ത് ചൂസ് ചെയ്താലും
ലൈൻ ഇന്റഗ്രലിന് സെയിം വാല്യൂ ആയിരിക്കും. സോ നമ്മൾ അവയെ കണക്ട് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയ പാത്ത് ചൂസ് ചെയ്ത് ആ പാത്തിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓർഡേഡ് പെയർ -1 നിന്നും ഓർഡേഡ് പെയർ 3-4 സിംപ്ലസ്റ്റ് പാത്ത് അവയെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. ആ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷൻ y-0 ഈക്വൽ ടു 4 - 0 ഡിവൈഡഡ് ബൈ 3 - -1 ഇൻറ്റു x - -1. That is y equal to x plus 1, where -1 less than or equal to x less than or equal to 3. Y equal to x plus 1 ആയതുകൊണ്ട് ഡിഫറൻഷ്യൽ dy equal to 1 dx. Then y ക്ക് പകരം x plus 1, dy ക്ക് പകരം dx. ഇവ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. So integral over c f dot dr, that is integral over ordered pair -1 to ordered pair 3-4 y square minus 6xy plus 6 dx plus 2xy minus 3x square minus 2y dy equal to integral -1 to 3 x plus 1 whole square minus 6x into x plus 1 plus 6 dx plus 2x into x plus 1 minus 3x square minus 2 into x plus 1 dx. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ which is equal to integral over -1 to 3 minus 6x square minus 4x plus 5 dx. With respect to x integrate ചെയ്താൽ minus 2x cube minus 2x square plus 5x എന്ന് കിട്ടും. എക്സിന്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -52 എന്ന് കിട്ടും. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. Then next question, show that the line integral over ordered pair 10 to ordered pair 3 to x plus 2y dx plus 2x minus y dy is independent of the path. Second part, find a potential function for the vector field f of xy equal to x plus 2y I plus 2x minus y j. And third part, evaluate the given integral f of xy equal to x plus 2y I plus 2x minus y j. ഇതുപോലെ ചൂസ് ചെയ്യുന്നു. എഫിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് p equal to x plus 2y and q equal to 2x minus y. രണ്ടും xy പ്ലെയിനിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. dou p by dou y equal to 2 and dou q by dou x equal to 2. Therefore dou p by dou y equal to dou q by dou x. So vector field f xy പ്ലെയിനിൽ കൺസർവേറ്റീവ് ആണ്. So given line integral path independent ആണ്. ഇനി നമുക്ക് എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഫൈ എന്ന് വിചാരിക്കുക. Then by definition dou phi by dou x equal to p and dou phi by dou y equal to q. That is dou phi by dou x equal to x plus 2y and dou phi by dou y equal to 2x minus y. First equation with respect to x partially integrate ചെയ്യുമ്പോൾ phi of xy equal to x square by 2 plus 2yx plus g of y എന്ന് കിട്ടും. Then third equation partially with respect to y differentiate ചെയ്യുമ്പോൾ dou phi by dou y equal to 2x plus g dash of y എന്ന് കിട്ടും. Then second and fourth equations compare ചെയ്യുക. സെക്കൻഡ് ഇക്വേഷനിൽ dou phi by dou y equal to 2x minus y എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഫോർത്ത് ഇക്വേഷനിൽ dou phi by dou y equal to 2x plus g dash of y. സോ അവ കമ്പയർ ചെയ്താൽ g dash of y equal to minus y എന്ന് കിട്ടും.
ദെൻ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് g of y ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് c എന്ന് കിട്ടും. ഇത് തേർഡ് ഇക്വേഷനിൽ കൊടുത്താൽ phi of xy ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് c എന്ന് കിട്ടും. ഇനി ഗിവൺ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ടേക്ക് c ഈക്വൽ ടു 0. Then phi of xy equal to x square by 2 plus 2xy minus y square by 2. Then by theorem 9.9.2 integral over c f dot dr equal to integral over c del phi dot dr equal to phi of ordered pair 32 minus phi of ordered pair 10. Phi of ordered pair 32 equal to 9 by 2 plus 12 minus 2 which is equal to 29 by 2. Phi of ordered pair 10 equal to 1 by 2. So integral over c f dot dr equal to 29 by 2 minus 1 by 2 which is equal to 14. Then two variable functions in the case of conceptuകളുടെ extension മാത്രമാണ് three variable functions in the case of path independence. Two variable functions in the case of hold ചെയ്യുന്ന കാര്യങ്ങളൊക്കെ three variable functions in the case of hold ചെയ്യും. f of xyz equal to p of xyz I plus q of xyz j plus r of xyz k എന്ന വെക്റ്റർ ഫീൽഡ് സ്പേസിൽ ഒരു ഓപ്പൺ റീജിയൻ ആറിൽ കൺസർവേറ്റീവ് ആണെങ്കിൽ ആ റീജിയനിൽ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. വെക്റ്റർ ഫീൽഡ് എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണ് phi of xyz എന്ന് വിചാരിക്കുക. ദെൻ കർവ് സിയുടെ ഇനീഷ്യൽ പോയിന്റ് എയും ടെർമിനൽ പോയിന്റ് ബിയും ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഈക്വൽ ടു phi of b മൈനസ് phi of a ആയിരിക്കും. ദെൻ ഒരു വെക്റ്റർ ഫീൽഡ് എഫ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആറിൽ കൺസർവേറ്റീവ് ആവാനുള്ള കണ്ടീഷൻസ് അതിന്റെ കമ്പോണന്റ് ഫംഗ്ഷൻസ് ആ റീജിയനിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ദെൻ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡോ പി ബൈ ഡോ സെഡ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ വൈ ഫോർ ഓൾ ഓർഡർ ട്രിപ്പിൾ എക്സ് വൈ സെഡ് ഇൻ ആർ. ഈ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ വെക്റ്റർ ഫീൽഡ് എഫ് റീജിയൻ ആറിൽ കൺസർവേറ്റീവ് ആയിരിക്കും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് ദി ലൈൻ ഇന്റഗ്രൽ ഓവർ സി വൈ പ്ലസ് വൈ സെഡ് ഡി എക്സ് പ്ലസ് എക്സ് പ്ലസ് 3zq പ്ലസ് എക്സ് സെഡ് ഡി വൈ പ്ലസ് 9yz സ്ക്വയർ പ്ലസ് എക്സ് വൈ മൈനസ് 1 dz ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ബിറ്റ്വീൻ ഓർഡർ ട്രിപ്പിൾ 111 to order triple 214. Second part, evaluate integral over order triple 111 to order triple 214 f dot dr. Given line integral path independent ആണെന്ന് പ്രൂവ് ചെയ്യുവാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആ ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Take f of xyz equal to y plus yzi plus x plus 3zq plus xzj plus 9yz square plus xy minus 1k. Then f in the component functions p equal to y plus yz, q equal to x plus 3zq plus xz and r equal to 9yz square plus xy minus 1. ഈ മൂന്ന് ഫംഗ്ഷൻസും സ്പേസിൽ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. അതുപോലെ അവയ്ക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു 1 പ്ലസ് സെഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ഈക്വൽ ടു 1 പ്ലസ് സെഡ്. സോ ഡോ പി ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ക്യൂ ബൈ ഡോ എക്സ്. ഡോ പി ബൈ ഡോ സെഡ് ഈക്വൽ ടു വൈ. ഡോ ആർ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ. സോ ഡോ പി ബൈ ഡോ സെഡ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ്.
dou q by dou z equal to 9z square plus x. Dou r by dou y equal to 9z square plus x. So dou q by dou z equal to dou r by dou y. So vector field f spaceil conservative ആണ്. Thus given line integral path independent ആണ്. ഇനി ആ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അതിനുവേണ്ടി വെക്ടർ ഫീൽഡ് എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. phi of x y z എഫിന്റെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. Then by definition dou phi by dou x equal to p, dou phi by dou y equal to q, and dou phi by dou z equal to r. That is dou phi by dou x equal to y plus yz, dou phi by dou y equal to x plus 3zq plus xz, and dou phi by dou z equal to 9yz square plus xy minus 1. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ കമ്പാരിറ്റീവ്ലി ഈസി ആണ്. സോ നമുക്ക് ആദ്യം സെക്കൻഡ് ഓർ തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ phi of x y z, റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വേരിയബിൾസ് എക്സും സെഡും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ദെൻ സാധാരണ പോലെ വിത്ത് റെസ്പെക്ട് ടു y ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇന്റഗ്രേഷന്റെ കോൺസ്റ്റന്റ് yനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എക്സിലും സെഡിലുമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യലി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. phi of x y z equal to xy plus 3z cube y plus xzy plus g of xz. Then ഈ ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dou phi by dou x equal to y plus zy plus dou g by dou x എന്ന് കിട്ടും. Then ഇക്വേഷൻസ് 1 and 5 കമ്പയർ ചെയ്യുമ്പോൾ dou g by dou x equal to 0 എന്ന് കിട്ടും. അതായത് ഫംഗ്ഷൻ g എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് വേരിയബിൾ സെഡിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സോ നമുക്ക് വേരിയബിൾ എക്സ് ഒഴിവാക്കിയിട്ട് ഫംഗ്ഷൻ ഓഫ് സെഡ് ഓൺലി എന്ന് എടുക്കാവുന്നതാണ്. സോ നമുക്ക് g ഓഫ് എക്സ് സെഡിന് പകരം g ഓഫ് സെഡ് എന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ 4 ഇതുപോലെയാകും. phi of x y z equal to xy plus 3z cube y plus xzy plus g of z. Then ഈ ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dou phi by dou z equal to 9z square y plus xy plus g dash of z എന്ന് കിട്ടും. Then ഇക്വേഷൻസ് 3 and 7 കമ്പയർ ചെയ്യുക. ഇക്വേഷൻ 3ൽ dou phi by dou z equal to 9yz square plus xy minus 1. ഇപ്പോൾ കിട്ടിയത് dou phi by dou z equal to 9z square y plus xy plus g dash of z. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ g dash of z equal to -1 എന്ന് കിട്ടും. ഇതിന്റെ രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു z ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ g of z equal to minus z plus c എന്ന് കിട്ടും. So phi of x y z equal to xy plus 3z cube y plus xzy minus z plus c. ഇനി given line integral evaluate ചെയ്യാം. നമുക്ക് c equal to 0 എന്ന് ചൂസ് ചെയ്യാം. Then vector field f ന്റെ potential function phi of x y z equal to xy plus 3z cube y plus xyz minus z. Then by theorem 9.9.2 integral over OD triple 111 to OD triple 214 y plus yz dx plus x plus 3z cube plus xz dy plus 9yz square plus xy minus 1 dz equal to integral over c f dot dr, which is equal to phi of OD triple 214 minus phi of OD triple 111, which is equal to 198 minus 4, that is 194.
സോ ഗിവൺ ലൈൻ ഇന്റഗ്രലിന്റെ വാല്യൂ 194 ആണ്. അത് കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.